നമ്മുടെ പെറ്റൂണിയ സുന്ദരി രാവിലെ പൂവിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിങ്ക് കളറാണിത്. ഒട്ടുമിക്ക എല്ലാ ആൾക്കാരിലും ഉള്ളൊരു കളക്ഷൻസാണ് നമ്മുടെ പെറ്റൂണിയയുടെ ഈ ഒരു വെറൈറ്റിയെ. ഇപ്പോൾ നമുക്ക് പെറ്റൂണിയാസിൻ്റെ ആരാധകർ ഒരുപാടാണല്ലോ. പെറ്റൂണിയാസിലും ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. കളേഴ്സും വെറൈറ്റീസും ഒക്കെ ഉണ്ട്. സ്റ്റാർ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നതുണ്ട്, ഡിലേ ടൈപ്പ് ഉണ്ട്, സോഫിസ്റ്റിക്കേറ്റഡ് ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഒത്തിരിയും ടൈപ്പിൽ നമ്മുടെ പെറ്റൂണിയാസ് ഇപ്പോൾ വെറൈറ്റി ആയിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളും നമ്മുടെ കളക്ഷൻസിലേക്ക് അതൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഒരു പരിധി വരെ നമുക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ ഈ ഒരു പ്ലാന്റ്സ് കിട്ടുമ്പോൾ. നമ്മുടെ കയ്യിൽ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നല്ല റിസ്ക് ഉള്ളൊരു ഫാക്ടറാണല്ലോ. പെട്ടെന്ന് തണ്ട് ചീഞ്ഞ് പോവും, അതാണല്ലോ പ്ലാന്റ്സിൻ്റെ ഒരു മെയിൻ അസുഖമെന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് പൂത്ത് നിൽക്കുന്ന കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈ ഒരു ലീഫ് ടൈപ്പിൽ വരുന്നതാണ് ഞാൻ കൂടുതലായിട്ടും എടുക്കാറുള്ളത് കേട്ടോ. കുറച്ചുകൂടി നമ്മുടെ ഹൈബ്രിഡ് ടൈപ്പിൽ വരുന്നത് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ കിട്ടാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലെ പ്ലാന്റാണ് കേട്ടോ എപ്പോഴും സെലക്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ ബേസായിട്ടൊന്നും കൊടുക്കാറില്ല, ജസ്റ്റ് ഒന്ന് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രയാണ് അതിലിട്ടിരിക്കുന്ന എമൗണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി എന്തെങ്കിലും നമ്മൾ അഡീഷണലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു പ്ലാന്റ്സിനെ ഹെൽത്തി ആയിട്ട് വയ്ക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കാറുള്ളതെങ്കിലും എനിക്ക് പ്ലാന്റ്സിൻ്റെ മുകളിൽ പരീക്ഷണങ്ങൾ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നാറുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ പ്ലാന്റ്സ് പെട്ടെന്ന് ചീഞ്ഞു പോകുമെന്ന് എനിക്ക് പേടി കാരണം ഞാൻ ഒരു കാര്യങ്ങളും പ്ലാന്റ്സിൻ്റെ മുകളിൽ ചെയ്യാറില്ല കേട്ടോ. നമ്മുടെ കെമിക്കൽ ഫ്രീ ആയിട്ടാണ് ഞാൻ എപ്പോഴും പ്ലാന്റ്സിനെ വയ്ക്കാറുള്ളത്.